അതെ, ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇത് പോലീസിന്റെ ഏരിയ. നിങ്ങൾ അങ്ങോട്ട് പോകണം. ചെല്ലും. സാറേ, ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇതിന് മുന്നേ വന്നത് കുഴപ്പമില്ല. പക്ഷേ ഇന്നൊരു പയ്യനോട് മരിച്ചാണ്. അതുകൊണ്ട് ഇടിവിലോട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. പോയിക്കോളും. സാർ, അത് കുറെ ദൂരെ നിന്ന് വന്നതാണ്. ഞാൻ പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങിക്കോളൂ സാർ. എന്നാ കയറി പോച്ചല്ലേ. ഇടിവിലോട്ട് ചാവും നിങ്ങൾ എന്നാൽ പറഞ്ഞാലും മനസ്സിലാവില്ല. പോലീസുകാർക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി കയറി പോടച്ചല്ലേ. എല്ലാവരും വിളിച്ചു വരും. സാർ, ഞാൻ ഇപ്പൊ തന്നെ പോയി നോക്കാം സാർ. ഓക്കെ സാർ. വണ്ടി പോയിട്ടിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഫോറൻസിക്കാരൊക്കെ ഇവിടെ മൊത്തം വയലൻസ് കമ്മീഷൻ പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് പറഞ്ഞ് പോയി നോക്കാം. അതല്ല ഏറ്റവും വലിയ ഇവിടെ പോയി നോക്കിട്ട് നേരത്തെ വല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. സാറേ, സെറ്റ് വർക്കില്ലേ? അതുപോലെ കമ്മ്യൂണിക്കേഷൻ ശരി സാറേ. അന്നൊന്ന് കടമ്പറ്റ് സി എന്ന് തോന്നുന്നു. നമ്മുടെ യൂണിഫോം ഇട്ടിട്ടുണ്ട്. നീ ഇത് ഓഫാക്കി വെച്ചിട്ടുണ്ടോ? വയർലെസ് വർക്കായല്ലോ. എന്നാ പിന്നെ നമുക്ക് തിരിച്ചു പോയാലോ? എന്നാ പിന്നെ തീരുമാനിക്കും. താഴെ പോലെ കുടിക്കാൻ പറ്റും. കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കാപ്പി എടുക്കാൻ. ആദ്യം ഇച്ചിരി വെള്ളം കുടിക്കാൻ. സാറേ, അത് കയറിക്കും. മില്ലടിക്കും. അകത്തേക്ക് വെള്ളം ഉണ്ടോ നോക്കി? ഓരോ കാട്ടവരാധികളായിരുന്നു മനുഷ്യനെ കുട്ടിയുറപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ മാത്രമേ കുത്തിപ്പിഴപ്പ് കാരണം ബാക്കിയുള്ളവരെ അനുഭവിക്കുന്നു. സാറേ, അവിടെ ഇന്നലെ ഒരു അണലിൽ കണ്ടേ. ഇങ്ങോട്ട് മാറിക്കും. ആൻസറിങ് സാർ. മരണപ്പെട്ട പെൺകുട്ടികളും സംശയിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഇടമറുക ഭാഗത്തുനിന്ന് ലഭിച്ച നാട്ടുകാർ അറിയിക്കുന്നു. ക്ലിയർ ആയിട്ട് സാർ അറിയിച്ചോളാം. സാറേ, മരിച്ച പെൺകുട്ടിയാന്ന് തോന്നുന്നു. ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട്. നമ്മളോട് ചെല്ലാൻ പറയും. വണ്ടി എടുക്കണോ? വണ്ടി അടുത്തോട്ട് പിടിച്ചു പറയാം. പോട്ടെ. ഏകദേശം ബോഡി പാർട്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരു കൈപ്പത്തി മാത്രം മിസ്സിംഗ് ആണ് സർ. മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത വളരെ ചെറിയ പീസുകളാണ്. അതുകൊണ്ടാണ് ഐഡന്റിഫിക്കേഷൻ ടൈം എടുക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ എന്തെങ്കിലും പറയാൻ പറ്റും. ഷുവർ സാർ, ഐ കീപ് യു അപ്ഡേറ്റഡ്. ഇവിടെ മറ്റേ ആ ടവർ ഡബിംഗ് എന്തായി? സാർ, 10-15 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് സാർ ഈ ബോഡി പാർട്സ് എല്ലാം കിട്ടിയിരിക്കുന്നത്. ബോഡിക്ക് ഒരു 4 ദിവസത്തെ പഴക്കമുണ്ട് സാർ. 4-5 ടവറുകളിൽ നിന്നായിട്ട് 5 ലക്ഷത്തോളം കോൾ കിട്ടിയിട്ടുണ്ട്.
എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുമ്പോൾ സമയമെടുക്കും സാർ. മാക്സിമം സ്പീഡ് ആക്കണം. സാർ സാർ പിന്നെ ഈ ബോഡി പാർട്സ് കിട്ടിയ ഒരു സ്ഥലത്ത് നമുക്ക് പത്രക്കടലാസ് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ബ്ലഡ് സ്റ്റെയിൻ കാണുന്നുണ്ട് സാർ. പത്രം ഞാൻ വെരിഫൈ ചെയ്തിരുന്നു. കോട്ടയം എഡിഷനാണ് സാർ. നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ കോട്ടയംകാരനാകാൻ ഒരു ചാൻസ് ഉണ്ട് സാർ. കൺട്രോൾ പുഞ്ചിര, കൺട്രോൾ പുഞ്ചിര. ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കൈപ്പത്തിയുടെ കൈക്കൂടി സാർ. കൺട്രോൾ പുഞ്ചിര, കൺട്രോൾ പുഞ്ചിര.